ശബരിമല സന്നിധാനത്തെ കട്ടിളപ്പാളികളിലും ദ്വാരപാലക ശില്പപാളികളിലും വീണ്ടും ശാസ്ത്രീയ പരിശോധന നടത്താൻ SIT. സ്വർണത്തിന്റെ അളവ് തിട്ടപ്പെടുത്താനാണ് അടുത്ത പരിശോധന നടത്തുന്നത്. ഹൈക്കോടതിയിൽ നിന്ന് അനുമതി വാങ്ങിയ ശേഷം സാമ്പിൾ ശേഖരിക്കും. സ്വർണത്തിന്റെ അളവിലോ കാലപ്പഴക്കത്തിലോ വ്യക്തതയില്ലാതെ വന്ന ശാസ്ത്രീയ പരിശോധനാ ഫലം തിരിച്ചടിയായതോടെ വീണ്ടും സന്നിധാനത്തേക്ക് പോകാനൊരുങ്ങുകയാണ് SIT. സന്നിധാനത്തെ ദ്വാരപാലകപാളികൾ, കട്ടിളപ്പാളികൾ എന്നിവയിൽ നിന്ന് നേരിട്ടെത്തി വീണ്ടും സാമ്പിൾ ശേഖരിക്കാനാണ് നീക്കം. തുടർന്ന് ആദ്യ പരിശോധന നടത്തിയ VSSയെ തന്നെ വീണ്ടും സമീപിക്കും. ഹൈക്കോടതിയിൽ നിന്ന് അനുമതി വാങ്ങിയ ശേഷമാകും നടപടികൾ. സാമ്പിൾ ശേഖരിക്കാൻ വീണ്ടും തന്ത്രിയുടെ അനുജ്ഞയും വാങ്ങേണ്ടി വരും. ദ്വാരപാലകപാളികളിൽ 394.6 ഗ്രാം സ്വർണവും കട്ടിളപ്പാളികളിൽ 409 ഗ്രാം സ്വർണവും പൂശിയെന്നാണ് പോറ്റിയുടെ മൊഴി. എന്നാൽ എത്ര സ്വർണം പാളികളിലുണ്ട് എന്നത് ആദ്യ ഫലത്തിൽ ഉണ്ടായിരുന്നില്ല. ഇതോടെയാണ് സ്വർണത്തിന്റെ അളവ് തിട്ടപ്പെടുത്താൻ ശാസ്ത്രീയ പരിശോധന വേണമെന്ന നിലപാടിലേക്ക് SIT എത്തിയത്. ഇതിനിടെ അറസ്റ്റിലായി 90 ദിവസം പിന്നിട്ടതിനെ തുടർന്ന് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D. സുധീഷ് കുമാർ സ്വാഭാവിക ജാമ്യത്തിന് അപേക്ഷ നൽകി. കൊല്ലം വിജിലൻസ് കോടതിയിലാണ് ഇരു കേസുകളിലും അപേക്ഷ നൽകിയത്. തിങ്കളാഴ്ച അപേക്ഷ പരിഗണിച്ച് കോടതി ജാമ്യം നൽകിയാൽ കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്ന SITക്ക് അത് കനത്ത തിരിച്ചടിയാകും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.